all, welcome to Competitive Cracker. ഞാൻ ശ്രീപ്രിയ. അപ്പോൾ നമ്മുടെ നെറ്റ് എക്സാമിൻ്റെ സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്കണോമിക്സിനായിട്ട് ഇന്ന് നമ്മൾ വരുന്നത് ഒരു ടോപ്പിക്കായിട്ടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സിൽ. നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ ഫിലിപ്സ് കർവിനെ കുറിച്ചിട്ടൊക്കെ ഇതിനു മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇൻഫ്ലേഷനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആണ് ഇന്ന് നമ്മൾ ഇൻഫ്ലേഷനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്? ഇൻഫ്ലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ പെർസിസ്റ്റന്റ് റൈസ് ഓർ എ ടെൻഡൻസി ടുവേർഡ്സ് പെർസിസ്റ്റന്റ് റൈസ് ഇൻ ജനറൽ ലെവൽ ഓഫ് പ്രൈസസ്. അപ്പോൾ പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഈ വാക്കും അതേപോലെ ജനറൽ ലെവൽ ഓഫ് പ്രൈസസ് എന്നുള്ള വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ദിവസം ഒരു പ്രൈസ് കൂടി അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് നോർമലായി അല്ലെങ്കിൽ താഴേക്ക് പോയി എന്നുള്ള കേസ് വരുമ്പോൾ ഒരു ആവറേജ് പ്രൈസ് ഇൻ എ ലോങ് ടൈം ഒരു ടൈമിൽ ഒരു ആവറേജ് പ്രൈസിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയില്ല. അപ്പോൾ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള റൈസ് ഉണ്ടാവണം ജനറൽ ലെവൽ ഓഫ് പ്രൈസസ്. അതായത് ചില കമ്മോഡിറ്റീസിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ടാവും, ചിലത് ഡിക്രീസ് ആവുന്നുണ്ടാവും. പക്ഷെ ഓൺ ആൻ ആവറേജ് ജനറൽ ലെവൽ ഓഫ് പ്രൈസ് കൂടുന്നതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ പെർസിസ്റ്റന്റ് ആൻഡ് ജനറൽ ലെവൽ ഓഫ് പ്രൈസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പണപ്പെരുപ്പം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. വിലക്കയറ്റം അല്ലെ, ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അത് തന്നെയാണ്. വിലക്കയറ്റം സംഭവിക്കുന്നു, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മിൽട്ടൺ ഫ്രീഡ്മാൻ പറഞ്ഞിട്ടുള്ളത് ഇൻഫ്ലേഷൻ ഇസ് ഓൾവേസ് ആൻഡ് എവ്രിവെയർ എ മോണിറ്ററി ഫിനോമിന. ഇത് ആര് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാണെങ്കിൽ അത് മിൽട്ടൺ ഫ്രീഡ്മാൻ ആണ്. ഒരു മോണിറ്ററി ഫിനോമിന ആണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ടു മെനി ഗുഡ്സ് ചേസിങ് ടു ഫ്യൂ മണി എന്നും ഇൻഫ്ലേഷനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ്റെ പല ടൈപ്പുകളുണ്ട്, എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന കോസസ്, പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇതിനു മുമ്പ് വന്നിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കിപ്പോവാം. ആദ്യം ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ മോഡറേറ്റ് ഇൻഫ്ലേഷൻ. ഇതിനെ വർക്കിംഗ് ഇൻഫ്ലേഷൻ എന്നും പറയും. മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ when the general price level increases slowly but steadily, it is known as moderate inflation, 2% to 6%. എക്കണോമിസ്റ്റ് ഒക്കെ പറയുന്നത് ഇത്ര ഒരു ഇൻഫ്ലേഷൻ എക്കണോമിക്ക് നല്ലതാണ് എന്നാണ് പറയപ്പെടുന്നത്. ബിസിനസ്മാനൊക്കെ ഈ ഇൻഫ്ലേഷൻ കുറച്ച് നല്ലതാണ്. ഓക്കെ, അടുത്തത് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ ആണ്. സ്റ്റഡി ആൻഡ് ഫെയർലി ഹൈ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഈസ് നോൺ ആസ് ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ. റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ അപ്പോൾ 20 to 40%, അത്ര ഹൈ ലെവലിലേക്ക് വരെ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ പോകുന്നതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും. അടുത്തത് ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? 50%, 60% മുകളിലൊക്കെ ഇൻഫ്ലേഷൻ നടക്കുന്നതിനാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. The rate of inflation is very high, that's the value of money gets eroded rapidly. നമ്മുടെ പർച്ചേസിങ് പവർ, നമ്മുടെ പണം കൂടുതൽ ഉണ്ടാകുമ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് ഒരു പാല് മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ അത് 28-25 രൂപ അത്രയാകുമ്പോൾ പണത്തിനുള്ള വില കുറയുന്നില്ല. നേരത്തെ നമ്മുടെ പർച്ചേസിങ് പവർ ഒരുപാട് കുറയുന്നു. അപ്പം നമ്മുടെ കയ്യിലുള്ള മണിയുടെ വാല്യൂ ഭയങ്കര സ്പീഡിൽ ഇറോഡഡ് ആയി പോകുന്നതിനാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും ഒരു വാർ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്താണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ യൂഷ്വലി കണ്ടുവരാം. അടുത്തത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന കൺസെപ്റ്റ് ആണ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്താണ്? സിറ്റുവേഷൻ വരെ ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് വളരെ കുറവാണ്, എക്കണോമിക് ഗ്രോത്തും കുറവാണ്, അവിടെ ഇൻഫ്ലേഷൻ നടക്കുന്നു. രണ്ട് ഫിനോമിന ഒരുമിച്ച് നടക്കുമ്പോൾ ആ ഒരു എക്കണോമിക്ക് വളരെയധികം കൂടുതലായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവുന്നു. അതിനെ സൈഡ് എഫക്റ്റ് ഓഫ് സ്റ്റാഗ്ഫ്ലേഷൻ ഈസ് ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നു, അക്കംപനിഡ് ബൈ റൈസ് ഇൻ പ്രൈസ്. അൺഎംപ്ലോയ്മെന്റും ഉണ്ടാവുന്നുണ്ട്, ഇൻഫ്ലേഷനും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ, അപ്പം വളരെ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമ്മൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫ്ലേഷൻ എന്താണെന്നാണ്. സിറ്റുവേഷൻ വേർ ദർ ഈസ് കൺസിസ്റ്റന്റ് ഡിക്ലൈൻ ഇൻ പ്രൈസ്. ഇൻഫ്ലേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവലിന് പകരം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡിക്ലൈൻ ഇൻ പ്രൈസ് ലെവലിനെയാണ് നമ്മൾ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോർ ഇൻഫ്ലേഷൻ എന്താണെന്ന് നോക്കാം. The measurement of inflation after removing the transitory or temporary price volatility is known as core inflation. Okay, അപ്പോൾ അടുത്ത ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും കൂടി പറഞ്ഞിട്ട് കോർ ഇൻഫ്ലേഷൻ പറയാം. മെഷർ ഓഫ് ടോട്ടൽ ഇൻഫ്ലേഷൻ ഇൻക്ലൂഡിംഗ് commodities such as food and energy prices which tend to be more volatile. എപ്പോഴും വോളറ്റിലിറ്റി ഉണ്ടാവുന്ന കാര്യമാണ് ഫുഡ് ആൻഡ് എനർജി പ്രൈസ് എന്ന് പറയുന്നത്. ഓയിൽ പ്രൈസും അതേപോലെ ഫുഡ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചർ അല്ലേ. അഗ്രികൾച്ചർ നമ്മുടെ മൺസൂണിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അഗ്രികൾച്ചറും വളരെ പ്രൈസ് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഓയിലിൻ്റെ പ്രൈസ്. അപ്പോൾ ഈ രണ്ട് പ്രൈസ് വോളറ്റൈൽ ആയിട്ടുള്ള കാര്യം അത് എപ്പോഴും ഇൻഫ്ലേഷനൊക്കെ പ്രോൺ ആയിട്ടുള്ള രണ്ട്
എന്താ പറയുക, രണ്ട് സംഗതികളാണ് ഫുഡും എനർജി പ്രൈസും. അപ്പം ഇത് ഇൻഫ്ലേഷൻ കാൽക്കുലേഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പിക്ചർ വളരെയധികം മാറും, ഭയങ്കര വോളറ്റൈൽ ആയിരിക്കും. നമുക്ക് കറക്റ്റ് ഒരു വർഷത്തെ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം അത് ഇൻക്ലൂഡ് ചെയ്ത് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. അതിനെ എക്സ്ക്ലൂഡ് ചെയ്ത്, അതില്ലാതെ ഒരു ഐഡിയ ഉണ്ടാവാം, മറ്റ് കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. അതാണ് മെഷർമെന്റ് ഓഫ് ഇൻഫ്ലേഷൻ ആഫ്റ്റർ റിമൂവിങ് ദ ട്രാൻസിറ്ററി ഓർ ടെമ്പററി പ്രൈസ് വോളറ്റിലിറ്റി. ഈ വോളറ്റിലിറ്റി എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഫുഡ് ആൻഡ് എനർജി പ്രൈസ് കൊണ്ട് സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്താണ്? മെഷർ ഓഫ് ടോട്ടൽ ഇൻഫ്ലേഷൻ ഇൻക്ലൂഡിംഗ് കമ്മോഡിറ്റീസ് സച്ച് ആസ് ഫുഡ് ആൻഡ് എനർജി പ്രൈസസ് വിച്ച് ടെൻഡ് ടു ബി മോർ വോളറ്റൈൽ ആൻഡ് പ്രോൺ ടു ഇൻഫ്ലേഷണറി സ്പൈക്സ്. ഓക്കെ, അടുത്തത് ഡിസ്ഇൻഫ്ലേഷൻ. നമ്മളിവിടെ ഡിഫ്ലേഷൻ നോക്കി. ഡിഫ്ലേഷൻ എന്താണ്? അതായത് ഡിക്ലൈൻ ഇൻ പ്രൈസ് ലെവലിനാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷന്റെ റേറ്റ് കുറയുന്നതിനെ ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. ആ പ്രൈസിന്റെ ഇത് കുറയുന്നതിനെ നമ്മൾ ഡിഫ്ലേഷൻ എന്ന് പറയുന്നു. പക്ഷെ ഇൻഫ്ലേഷന്റെ റേറ്റ് കുറയുന്നു. അതായത് ഇപ്പൊ സപ്പോസ് 2020 ഇൻഫ്ലേഷൻ റേറ്റ് വാസ് 7%. ഇത് കറക്റ്റ് വാല്യൂ അല്ല, ഞാൻ പറയാണ്. 21 ആയപ്പോഴത്തേക്കും ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷെ അത് 6% ആയിട്ട് കുറഞ്ഞെങ്കിൽ ഇവിടെ ഒരു ഡിസ്ഫ്ലേഷൻ നടന്നു എന്ന് പറയാം. ഇത് കറക്റ്റ് വാല്യൂ അല്ല, നടന്നു എന്ന് പറയാം. അതായത് റേറ്റ് ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷെ അതിന്റെ റേറ്റ് കുറഞ്ഞു വരുന്നതിന് നമ്മൾ ഡിസ്ഫ്ലേഷൻ എന്ന് പറയുന്നു. ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ പ്രൈസ് ലെവൽ കുറഞ്ഞു വരുന്നതിന് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഇതാണ് ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻസ് നമ്മൾ നോക്കി. ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ മാത്സ് ഫോളോയിങ്ങിലൊക്കെ വരുന്നതാണ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം മോഡറേറ്റ് അല്ലെങ്കിൽ വാക്കിംഗ് ഇൻഫ്ലേഷൻ ഉണ്ട്, ഗാലോപ്പിംഗ് ഉണ്ട്, ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ട്, സ്റ്റാഗ്ഫ്ലേഷൻ, ഡീഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ, അതുപോലെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ. ഇത് രണ്ടും കുറച്ച് ഒന്ന് നോക്കി വെക്കാം. ദിസ് ഇസ് സംവാട്ട് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അങ്ങനെ സ്ഥിരം കണ്ടുവരാത്ത എന്നാൽ മാത്സ് ഫോളോയിങ്ങിലൊക്കെ വരുന്ന ഇതാണ്. പിന്നെ ഡിസ്ഫ്ലേഷൻ ആൻഡ് ഡീഫ്ലേഷൻ തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലാക്കി വെക്കാം. അടുത്തത് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. നമ്മളെല്ലാവരും നെറ്റൊക്കെ പഠിക്കുന്നതുകൊണ്ട് ഒബ്വിയസ്ലി PG ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഡിമാൻഡ് പുള്ളും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. എന്താണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ? ഫാക്ടേഴ്സ് വിച്ച് ഇൻക്രീസസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, പക്ഷെ അതനുസരിച്ച് സപ്ലൈ കൂടുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രൈസിൽ നമ്മൾ നേരത്തെ ഡയഗ്രാമിൽ മനസ്സിലാവും. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്, ഇതാണ് അഗ്രിഗേറ്റ് സപ്ലൈ. ഡിമാൻഡ് കൂടുന്നു, പക്ഷേ സപ്ലൈ കൂടുന്നില്ല. അപ്പം എന്ത് സംഭവിക്കുന്നു? ഇത് പ്രൈസ് ആയിരുന്നു, ഇത് P2. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഫാക്ടേഴ്സ് വിച്ച് ഇൻക്രീസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് which there is no increase in aggregate supply. No increase in aggregate supply can cause demand side or demand pull inflation. Demand pull inflation occurs when aggregate demand exceeds the aggregate supply. Aggregate demand exceeds the aggregate supply at full employment level of output, thereby attributing inflation to the relationship between aggregate demand and full employment level of output. Okay, aggregate demand aggregate supply കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് പ്രൈസ് ഇൻക്രീസ് ആവുന്നത്. അപ്പോഴാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കൊണ്ടാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുക? ഫസ്റ്റ് വൺ ഈസ് കൺസംഷൻ. കുഡ് ബി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ഇൻകം. ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടുന്നുണ്ട്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടാം. റിഡക്ഷൻ ഇൻ സേവിങ് കുറയും അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് കൂടിയിട്ട് സേവിങ് കുറയാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ് കുറയുമ്പോൾ. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂ ടു റിഡക്ഷൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഓപ്റ്റിമിസം ഇൻ ബിസിനസ് സെന്റിമെന്റ് ആൻഡ് ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഈ റീസൺസ് കൊണ്ടൊക്കെ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയിട്ട് ഇൻഫ്ലേഷൻ സംഭവിക്കാം. ഇതാണ് ഞാൻ നേരത്തെ വരച്ച ഗ്രാഫ്. ഒബ്വിയസ്ലി ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇതായിരുന്നു. ഇത് ഇങ്ങോട്ട് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? പ്രൈസ് ഇൻക്രീസ് ചെയ്ത് ഇവിടെ ഇൻഫ്ലേഷൻ നടക്കുന്നു. അഗ്രിഗേറ്റ് സപ്ലൈ റിമെയിൻസ് ദ സെയിം. സപ്ലൈ ഇവിടെ സെയിം ആയിട്ടാണ് റിമെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത കോസ് എന്താണ്? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ആട്രിബ്യൂട്ട്സ് ദ ബേസിക് കോസ് ഓഫ് ഇൻഫ്ലേഷൻ ടു സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ്. നമ്മൾ അവിടെ നേരത്തെ അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഇവിടെ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് ആണ്. അതായത് ഇൻക്രീസ് ഇൻ വേജ് റേറ്റ് കൂടുന്നു, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് റൈസ് ഇൻ റോ മെറ്റീരിയൽ പ്രൈസിന്റെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റൈസ്. കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഇസ് യൂഷ്വലി റിഗാർഡഡ് ആസ് വേജ് ഇൻഫ്ലേഷൻ പ്രോസസ് ആറ്റ് വേജ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനി അവരൊരു ട്രേഡ് യൂണിയൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കണ്ടിന്യൂസ് നെഗോസിയേഷൻ വെച്ചിട്ട് അവിടെ വേജ് എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അപ്പോൾ അവിടെ നമ്മുടെ വേജ് കൂട്ടുന്നു, നമ്മുടെ ഡിമാൻഡ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ആ ട്രേഡ് യൂണിയൻ ഒക്കെ സംഭവിച്ചിട്ടാണ് ആ വേജ് അവിടെ കൂടുന്നെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ എന്താ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് അതേപോലെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുമ്പോൾ സപ്ലൈ കുറച്ചാൽ മാത്രമേ
അവിടെ ഒരാൾക്ക് ആ ഫേമിന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ അവിടെ കുറയുന്നു. അങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് നമ്മൾ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. When the price of goods and services increase, workers demand higher wages. അതെന്താണ് ഹയർ വേജസ്? നമ്മളൊരു ട്രേഡ് യൂണിയൻ ഒക്കെയാണ് ഇതിന് ഇമ്പറേറ്റീവ് ആണ്. ഒരു ട്രേഡ് യൂണിയൻ ഒക്കെ കൊണ്ടിട്ട് മാത്രമേ അങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ട് വേജ് കൂട്ടാനായിട്ട് സാധിക്കുള്ളൂ. Compensate for price rise. In this process, a series of increase in wage rate leads to series of increase in price. അപ്പോൾ ഇവിടെ പ്രൈസ് വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? വേജ് റേറ്റ് പിന്നെയും കൂടണം. ആൾക്കാരുടെ പർച്ചേസിംഗ് പവർ കുറയാണ്. അപ്പോൾ ലേബേഴ്സ് പിന്നെയും വേജ് കൂട്ടാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പിന്നെ വേജ് കൂടും. അങ്ങനെ വേജ് കൂടുമ്പോൾ വീണ്ടും അഗ്രിഗേറ്റ് സപ്ലൈ കുറയുന്നു, വീണ്ടും പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്പൈറൽ നടക്കുന്നു. അതായത് വേജ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രൈസ് കൂടുന്നു, അപ്പോൾ പിന്നെയും വേജ് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെയും പ്രൈസ് കൂടുന്നു. അങ്ങനെ ഒരു സ്പൈറൽ ഇവിടെ, പ്രൈസ് സ്പൈറൽ ഇവിടെ വേജ് പ്രൈസ് സ്പൈറൽ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ ഗ്രാഫ്. സപ്ലൈ നോക്കൂ, അഗ്രിഗേറ്റ് സപ്ലൈ ഡിക്രീസ്. വേജ് ഒക്കെ കൂടുമ്പോൾ ഡിമാൻഡ് അതേപോലെ തന്നെ നിൽക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? സപ്ലൈ കുറയുന്നു, അപ്പോൾ പ്രൈസ് കൂടുന്നു. അപ്പോൾ വീണ്ടും പ്രൈസ് കൂടുമ്പോൾ ലേബേഴ്സ് വീണ്ടും വേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു സ്പൈറൽ അവിടെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണ്, കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്താണെന്ന് രണ്ട് കൺസെപ്റ്റും മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When too much money chases too few goods, resulting inflation is called. Too much money ആണ് too few goods resulting inflation എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ കോസ്റ്റ് പുഷ് എന്താണെന്ന് നമ്മൾ നോക്കി. അത് അഗ്രിഗേറ്റ് ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതെന്താ അഗ്രിഗേറ്റ് ഡിമാൻഡുമായി ബന്ധപ്പെട്ടെന്നാണ് ഇതിന് അർത്ഥം. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡുമായി ബന്ധപ്പെട്ടതല്ല. കോർ ഇൻഫ്ലേഷൻ നമുക്കറിയാം എന്താണ്, ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കി. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ ആയിട്ടുള്ള ഫുഡും അതേപോലെ തന്നെ ഓയിൽ പ്രൈസസും ഒഴിവാക്കിയിട്ട് നമ്മൾ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുമ്പോൾ അതിനെ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. അതിനെ ഇൻക്ലൂഡ് ചെയ്ത് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് ഇൻ ഇന്ത്യ കോർ ഇൻഫ്ലേഷൻ ഡിനോട്ട്സ്. നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഇൻഫ്ലേഷൻ റേറ്റ് വിത്ത് ഫുഡ് ആൻഡ് ഫോയിൽ, ഇൻഫ്ലേഷൻ റേറ്റ് വിത്തൗട്ട് ഫുഡ്, ഇൻഫ്ലേഷൻ റേറ്റ് വിത്തൗട്ട് ഫുഡ് ആൻഡ് ഫോയിൽ ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് വിത്തൗട്ട് ഫുഡ് ആൻഡ് ബെവറേജ്. കറക്റ്റ് ആൻസർ എന്താണ്? ഫുഡ് ആൻഡ് ഫോയിൽ. അതായത് പ്രൈസ് വോളറ്റൈൽ ആയിട്ടുള്ള ഐറ്റംസിനെ ഒഴിവാക്കിയിട്ട് ഇൻഫ്ലേഷൻ്റെ ഒരു ഓവറോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്താണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. And the price level of goods and services are falling continuously, it is called. എന്താണ് പ്രൈസ് ലെവലും ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോളിംഗ് ആണെങ്കിൽ അതിനെന്ത് പറയുന്നു? നമ്മൾ പറഞ്ഞതാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നു. സ്റ്റാഗ്ഫ്ലേഷൻ എന്താണ്? സ്റ്റാഗ്നേഷൻ, അതായത് പ്ലസ് ഇൻഫ്ലേഷൻ. അതായത് എന്താണ്? അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നു, ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നതിനെ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നു. ഇൻഫ്ലേഷൻ നമുക്കറിയാം. ഓക്കെ, ഇനി സ്റ്റാഗ്ഫ്ലേഷൻ എന്താണ്? ഇൻഫ്ലേഷൻ വിത്ത് സ്റ്റാഗ്നേഷൻ ആണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഗാലോപ്പിംഗ് സ്റ്റേജ് നമ്മൾ നോക്കിയതാണ്. 20 to 40% വരെയൊക്കെ ഇൻഫ്ലേഷൻ വരുന്നതിനെ നമ്മൾ ഗാലോപ്പിംഗ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ മാക്രോ എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ് നോക്കിയത്. ഫിലിപ്സ് കറിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പും യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ഇതും പഠിക്കാം. ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ, അതുപോലെ ഇൻഫ്ലേഷൻ്റെ കോസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. സമയം കുറവാണ്, 4 മാസം ഉണ്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. ജൂണിലാണ് നമ്മുടെ എക്സാം വരുന്നത്. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറും നിങ്ങളുടെ ഒപ്പം ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, സ്റ്റുഡിയോ റെക്കോർഡ് ക്ലാസ് ആണ്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യും, ലൈവ് സെഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് മോക്ക് എക്സാമുകൾ ഒരുപാട് നടത്തും. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ മറ്റ് വീഡിയോസ് മറ്റ് സബ്ജക്റ്റുകളിലും ഈ ചാനൽ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്